അല്ലേ? നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളൊരു വീഡിയോ രേണു സുധി കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റീലാണ് കേട്ടോ. വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം വെച്ചാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ രേണുവിൻ്റെ ഓരോ അപ്ഡേറ്റ്സും നോക്കുന്നവരായിരിക്കണം. ലീഗൽ കേസിന് പോവുകയാണ്, ലീഗലി മൂവ് ചെയ്യാൻ പോവുകയാണ്. പലപ്പോഴായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അവർ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ പോലെ തോന്നി. അറിയില്ല നമുക്ക്. അവർ ലീഗലി മൂവ് ചെയ്യാൻ പോവുകയാണ് പല കാര്യങ്ങളെ കൊണ്ട് എന്ന ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. രേണു സുധി ഒരു കോണ്ടൻറ് മേക്കറാണ്. രേണു സുധി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് മലയാളികൾക്കിടയിൽ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് ഓഡിയൻസിന് തരുന്നൊരു ടോപ്പിക്കാണ് രേണു സുധി. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മിക്ക ക്രിയേറ്റേഴ്സും രേണുവിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യം അവരെ പറ്റി നല്ലത് പറയുന്നത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ പോകെ അവരെ പറ്റി മോശം പറയുന്ന വ്യക്തികൾ, അതായത് അവരെ പറ്റി മോശമായിട്ട് ഇല്ലാത്തത് കുറേ കൂടിയുണ്ട്. മോശമായിട്ട് അവരെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച്. വിച്ച് മീൻസ് വെരി സിമ്പിളാണ്, അവർക്ക് ഒരുപാട് ഹെയ്റ്റ് ഉണ്ട്. ഇപ്പോൾ ആ ഹെയ്റ്റ് ആൾക്കാർക്ക് കണ്ടിട്ടെങ്കിലും ആ ഫ്രസ്ട്രേഷൻ, അവരുടെ കോണ്ടൻറ്റ് കണ്ടിട്ട് അതിനോടുള്ള ആ ഹെയ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ആണ് ഇതുപോലത്തെ ചാനൽസിന് അവർ ആൾക്കാർ പോയി കാണുന്നതും വ്യൂവർഷിപ്പ് കൂടുന്നതും. കാരണം വെച്ചാൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വ്യൂസ് ഇല്ല, ഹെയ്റ്റ് സംസാരിച്ചാൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ആൾക്കാർക്ക് ആ പഴയ മതിപ്പില്ല എന്നുള്ളത് സത്യം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഒരാൾ വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം സബ്സ്ക്രൈബേഴ്സ് ഓൺലി കോണ്ടൻറ്റാണ്. രേണു സുധി സബ്സ്ക്രിപ്ഷൻ മോഡിലേക്ക് കയറി, അതായത് എക്സ്ക്ലൂസീവായിട്ട് 180 രൂപ മാസം അടയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തോ കൊടുക്കും. എന്ത് വേണമെങ്കിൽ കൊടുത്തോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. ഒറ്റ വാചകത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പറയാം. എൻ്റെ ഒരു മൈ ഒപ്പീനിയൻ, മൈ ടേക്ക് ഓൺ ദിസ്. എന്താ അറിയോ, ഇപ്പോൾ രേണു സുധി സബ്സ്ക്രൈബർ മോഡിലേക്ക് കയറി, അത് സുധിയോടുള്ള സ്നേഹം ഒഴിവാക്കിയത് കൊണ്ടാണ്. അതായത് സുധി എന്ന് പറഞ്ഞ വ്യക്തിനെ മനസ്സിന്ന് കളഞ്ഞു, അതുകൊണ്ട് ഒരു DP മാറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. രേണു എന്ത് ചെയ്യണമെന്ന് രേണുവിൻ്റെ ഇഷ്ടമാണ്. ഈ ഒരു ഫോട്ടോ മാറ്റിയത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് മരിച്ചുപോയ തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം ഇല്ലാതാവില്ല. രേണു സുധിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ വ്യക്തിയോടുള്ള നിലപാട്, ഈ സുധി എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള നിലപാടല്ല അവരോടുള്ള ആ ഒരു ഇത് എന്ന് സോഷ്യൽ മീഡിയ ഇതിന് മുന്നേയും പല സിറ്റുവേഷൻസിലൂടെ കണ്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കടക്കുന്നില്ല, അതിന് മുന്നേ നമ്മൾ ഒരുപാട് സംസാരിച്ചാണ്. അപ്പോൾ ഈ DP മാറ്റി, അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബർ ഓൺലി കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റർക്ക് അതാത് പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റാണ്. പൈസ ഏൺ ചെയ്യാനുള്ളൊരു കാശ് ഏൺ ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ ഈ ലോകത്തുള്ളതിന് അതിലൊന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പല വഴികളുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം, സ്പോൺസർഷിപ്പ് എടുക്കാം, ബ്രാൻഡഡ് കോണ്ടൻറ്റ് പ്രൊമോട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. അതുപോലെ ഒരുപാട് ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവർ ഇത്രയും കാലം പരിപാടി ചെയ്തുകൊണ്ട് അവർക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഒരു കാര്യം കൊണ്ടാണ് രേണു സുധി ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിലൂടെ എന്ത് കാണിക്കണം, മനസ്സിലായോ? എന്ത് വേണമെങ്കിലും കാണിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതാത് വ്യക്തികളാണ്. അത് എടുത്തിട്ട് വെച്ച് അഭിപ്രായം പറയാനൊന്നും അത് ഒരു അവകാശമില്ല. അഭിപ്രായം പറയാം, പക്ഷെ അവർ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ സബ്സ്ക്രൈബേഴ്സ് ഓൺലി കോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ചത് 150 രൂപയ്ക്ക് ആരോടെ പറഞ്ഞ എന്തോ കാര്യങ്ങൾ ഇതൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു നിയമപരമായിട്ട് അതിന് ചെറിയൊരു വിഷയമുണ്ട്. ആദ്യം രേണുവിൻ്റെ ഈ ഒരു വീഡിയോ കാണാം. കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് കേസിന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ. ഹായ്, നമസ്കാരം. രേണു സുധിയാണ്. ഞാൻ വന്നത് വേറൊന്നിനുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടായിട്ട് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല.
നിങ്ങൾക്ക് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ മേലെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. യെസ്, ശരിയാണ്. വേറെയുള്ള ആരുടെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിവരം അറിയും. ഇത് രേണുസുതി ആയതുകൊണ്ട് മാത്രമാണ് അത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഏത് ഈ പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അവർ വെക്കുക, എന്നിട്ട് അത് 150 റുപ്യ പോയി മുടക്കി കാണുക. കണ്ടതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പേരിൽ വന്ന് വീഡിയോ ചെയ്യുക ഒരു കാരണവശാലും ആക്സെപ്റ്റബിൾ അല്ല എന്ന് മാത്രമല്ല നിയമപരമായിട്ട് കേസ് കൊടുക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇപ്പോൾ കേസ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ സ്ഥിതി അറിയില്ല. ഇതിൽ വരാൻ പോകുന്നത് എന്താ അറിയോ, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ലീഗൽ നോട്ടീസ് അയക്കാം, സിവിൽ കേസ് ഫയൽ ചെയ്യാം, ഡാമേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഫയൽ ചെയ്യാം, കോണ്ടൻറ്റ് റിമൂവ് ചെയ്യാം. ഒന്നും കൂടി സീരിയസ് ആണെങ്കിൽ സിവിൽ ഡാമേജസ്, അതായത് പൈസയുടെ കോമ്പൻസേഷൻ, 3 വർഷം വരെ തടവ്, 2 ലക്ഷം വരെ പിഴ. ഇത് ചെയ്യാം. പിന്നെ പേഴ്സണൽ വ്യൂയിങ്ങിന് വേണ്ടി മാത്രമാണെങ്കിൽ ഇത്ര വലിയ ഇഷ്യൂസ് വരുന്നില്ല. പക്ഷേ അത് ഈ പുറത്തേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻസിറ്റീവ് കോണ്ടൻറ്റൊക്കെയാണ്, ഒരാളുടെ പ്രൈവസീനെ ബാധിക്കുന്ന കോണ്ടൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജയില്, ഫൈന് അല്ലെങ്കിൽ രണ്ടും കൂടി ഇത് വരാം. ഇനി ഈ ഒരു കോണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരാളെ ട്രോൾ ചെയ്യുക, മോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാം, മോണിറ്റൈസേഷൻ ഒഴിവാക്കാം, പെർമനൻ്റ്ലി അക്കൗണ്ട് ബാൻ ചെയ്യാം. ഇനി അതൊന്നും പോരാത്തത് അത് ചെയ്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നൊരു വ്യക്തി എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്ട്രോങ് കോപ്പിറൈറ്റ് ക്രിമിനൽ കേസ് കൊടുക്കാം, സൈബർ ക്രൈമിൽ പോവാം, അറസ്റ്റ് ഉണ്ടാവാം. അങ്ങനത്തെ ഒരുപാട്, അതായത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം റിസ്ക് ആണ്, പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ്, അതിൽ നിന്ന് കാശുണ്ടാക്കുന്നത് വെരി ഹൈ റിസ്ക് ആണ്. ഇനി ഇതിൽ ഇൻറ്റിമേറ്റ് കോണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് കോണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഒഫൻസാണ്. ഇനി എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും കൂടി ചെയ്തു, അല്ലെങ്കിൽ ഇതൊരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്, ട്രോളിന് വേണ്ടി ചെയ്തതാണ് എന്നുണ്ടെങ്കിലും ഒരു ലീഗൽ ഡിഫൻസ് അല്ല എന്നാണ് ഇതിൻ്റെ ഒരു ലീഗൽ സൈഡ്. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റുകളുടെ ഭാഗത്തേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഈ എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് പറഞ്ഞാൽ കാണുന്നത് എന്തുകൊണ്ടാണ്, 150 രൂപ നിങ്ങൾ എന്തിനു മുടക്കണം, അല്ലെങ്കിൽ 200 രൂപ എത്ര ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് പൈസ മുടക്കുന്നത്? ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എക്സ്ക്ലൂസീവായിട്ടുള്ള സംഭവങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഞാനത് വിടും. സാധാരണ കണ്ടീഷനിൽ രേണുവിൻ്റെ കേസേ അല്ല പറയുന്നത്, ഇത് കഴിഞ്ഞു കേട്ടോ. സാധാരണ കണ്ടീഷനിൽ നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇതുപോലെ സ്ത്രീകൾ വന്നിട്ട് എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് കൊടുക്കുന്നത് മറ്റ് കാര്യങ്ങളാണ്, അതായത് മറ്റുള്ള സംഭവങ്ങളാണ് അവർ കൊടുക്കുന്നത് സാധാരണഗതിയിൽ. ഈ നൈറ്റ് ലൈവും പരിപാടിയും കാര്യങ്ങൾ. രേണു അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ എടുത്ത് പുറത്ത് വിട്ട സംഗതികളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമ്മൾ അതിക്കൊന്നും പോയിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. മനസ്സിലായോ? എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഞാനതിലില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ട് 4 ആളെ കാണിച്ചാൽ ഇന്ന് കാശ് ഉണ്ടാക്കണ്ട. അത്രയൊന്നും ഗതികെട്ട് ദരിദ്രം അത്രയൊന്നും ഗതികെട്ട് നടക്കുന്നൊരു സിറ്റുവേഷനിലല്ല. ഇനി ഇതിൻ്റെ വീണ്ടും ഈ കോണ്ടൻറ്റ് സബ്സ്ക്രിപ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലീഗൽ അഡ്വൈസ് തരുന്നൊരു വ്യക്തി
അയാൾ സ്പെഷ്യലായിട്ടൊരു കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അയാളായി ആർജിച്ചിട്ടുള്ള ചില അറിവുകൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് അയാൾ കുറച്ച് പൈസ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്ക് സം പോയിൻറ്റ്. പക്ഷേ ഇവിടെ രേണു സുധിക്ക് എന്ത് എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് കൊടുക്കാനാണ് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇത്രയൊക്കെ അയമനെ ഈ ഒരു കാര്യത്തോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കഷ്ടമാണ് അതിനോട് കാണിച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട്. ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ എതിർക്കപ്പെടണം. വ്യക്തികൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാളെ തന്നെ എതിർക്കണം, പിന്നാലെ കൂടണം, കൊല്ലണം, അയാളെ തീർക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എനിക്കില്ല. പേഴ്സണലി എനിക്കില്ല. കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നല്ലത് പറയണം, മോശമാണെങ്കിൽ മോശമാണ് പറയണം. അതാണ് ഒപ്പീനിയൻ, അതാണ് റിയാക്ഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് എതിർപ്പുണ്ടായിരിക്കാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ആ സ്ത്രീ നശിച്ചു പോവുക, അങ്ങോട്ട് പണ്ടടങ്ങ് പുറകെ നടന്ന് തുരുതുരേനെ തീർക്കുക എന്നുള്ള ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പുറകിൽ ഒരുപാട് പേരുണ്ട്. നമ്മളതല്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാമല്ലോ, ആദ്യം തന്നെ അത് അവസാനമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ കേസ് അതല്ല. അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ കൂടി ഒരു കാര്യം പറയണമെന്നുണ്ട്. രേണു സുധിക്ക് എന്തൊക്കെ എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് കൊടുക്കുന്നത്? ഒരു വൈദ്യപരമായിട്ടുള്ള സംഭവങ്ങളുണ്ടോ? മെഡിക്കലുണ്ടോ, ലീഗലുണ്ടോ, അല്ലെങ്കിൽ സൈക്കോളജിക്കലുണ്ടോ, മോട്ടിവേഷൻ ഉണ്ടോ, പിന്നെ പാട്ടുണ്ടോ, ഡാൻസ് ഉണ്ടോ, എന്തെങ്കിലും മര്യാദയ്ക്കുള്ള എന്തെങ്കിലും ഒരു സംഗതി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ലീഗൽ അല്ലെങ്കിൽ മെഡിക്കൽ ലെവലിൽ അങ്ങനത്തെ പരിപാടികളൊന്നും അവർക്കുണ്ട് തോന്നുന്നില്ല. പിന്നെ എന്താണ് അവരുടെ എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് എനിക്കറിയില്ല. എന്താണ് അവരുടെ എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ്? കമൻറ്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയും കംപ്ലീറ്റ് തെറിയാണ്. ചില ആൾക്കാർ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. നിർത്തലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരുടെ ഇഷ്ടമാണ് കേട്ടോ. രേണു സുധി അല്ലെങ്കിൽ ഏതൊരു ക്രിയേറ്റർ ഈ ഒരു എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ അടുത്ത ഇഷ്ടം നോക്കേണ്ടത് ഇതിന് കാശ് മുടക്കുന്നവനാണ്. ഇതിൽ പൈസ കൊടുക്കാതെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വെറുതെ ഇരുന്നിങ്ങനെ അതും ഇതൊക്കെ വിളിച്ച് പറയാമെന്നല്ലാതെ വിഷയം ഇതാണ്. ഇത് ലീക്കാക്കിയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പണിയാണ് പിള്ളച്ച, സീരിയസ് ആയിട്ട്. അതിനിപ്പോൾ രേണുസുധി പണിക്ക് പോകുമെന്നുള്ള അറിയില്ല. കാരണം രേണുസുധിയുടെ അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം രേണുവിനും വേണ്ടത് ഇതുപോലെ ആൾക്കാർ സംസാരിക്കലാണ്. അടുപ്പിച്ച് 10 ദിവസം ഈ പറയുന്ന ഒരു 10-15 ക്രിയേറ്റേഴ്സ് ഡിസൈഡ് ചെയ്യാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തീരുമാനിച്ചിരുന്നു. വീണ്ടും ഇങ്ങനെ ടോപ്പിക്കായിട്ട് വന്നു. സംസാരിക്കേണ്ട വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഈ 10-15 ക്രിയേറ്റേഴ്സ് സംസാരിക്കുകയാണ്. രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക് ഞാൻ ഇനി എടുക്കുന്നില്ല. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു 15ഓളം ക്രിയേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് അടുത്ത 15-20 ദിവസം ഞങ്ങൾ തൊടുന്നില്ല. ഈ മാസത്തെ റവന്യൂവിൽ രേണു സുധി വേണ്ട എന്ന് ഈ 10-15 ക്രിയേറ്റേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ തീരട്ടോ രേണു. ഞാൻ എഴുതി വെച്ചോളുണ്ടു. ആ ഒരൊറ്റ കാര്യമാണ് തീരുമാനിച്ചത്. അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംഗതികൾ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം സംസാരിക്കുന്നു. ഡേ ടു ഡേ എന്നും ഞാൻ ഇന്ന് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ രേണുവിൻ്റെ ചെയ്യും എന്ന് വിചാരിച്ച് നടക്കുന്ന, നാളെ രേണുവിൻ്റെ എന്ത് ചെയ്യാണ്ട് ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ക്രിയേറ്റേഴ്സ് മാറ്റിയിട്ട് അടുത്ത ഒരു മാസത്തേക്ക് തൊടുന്നില്ല, അല്ലെങ്കിൽ അത്യാവശ്യമുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും രേണു സുധി. പിന്നെ സോഷ്യൽ മീഡിയയിൽ രേണു സുധി ഉണ്ടാവില്ല, പൊക്കി നടക്കാനും ആൾക്കാരുണ്ടാവില്ല, പിന്നെ പുറകെ മീഡിയ ഉണ്ടാവില്ല. എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റിന് അടുത്ത മാസം 150 മുടക്കാനൊന്നും. ഇനിയിപ്പോൾ അടുത്ത മാസം ഈ 726 150 എത്ര പേരുണ്ടാവും നോക്കിക്കോളുണ്ട്. നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് അതിന് വേണ്ട സാധനം ആൾക്കാർ വേറെ പലതും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സഹതാപം കൊണ്ടൊരു മാസം തരുമായിരിക്കാം. അല്ലാണ്ട് എല്ലാ മാസവും 150 ഉറുപ്പ്യ വന്നിട്ട് നിങ്ങൾ ഈ ലോകത്ത് ഇതുപോലെ കാര്യങ്ങൾ കാണിച്ചു നടത്താൻ നിലനിർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.